മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഹൽവയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് പഞ്ചസാര, ഒരു ചെറിയ പീസ് നാളികേരക്കൊത്ത് ഇതുപോലെ നൈസായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നീട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിനാവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാവും. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് കലക്കി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ എടുത്തിരിക്കുന്നത് ആ പാത്രത്തിന് 1.5 കപ്പ് വെള്ളം ചേർക്കണം. 1 കപ്പ് വെള്ളം ആദ്യം എടുത്ത് നമുക്കിതൊന്ന് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് കലങ്ങി കിട്ടും, കൂടുതൽ പ്രയാസമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടിത് കലക്കിയെടുക്കാം. കുറച്ചധികം വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് കലക്കി തയ്യാറാക്കി വെക്കേണ്ടത്. 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല ലൂസായിട്ട് കലക്കി നമുക്കിത് മാറ്റി വയ്ക്കാം. പിന്നീട് നമുക്ക് ഈ ഹലുവ സെറ്റ് ചെയ്യാനുള്ള പാത്രം റെഡിയാക്കിയിട്ട് വെക്കണം. അത് ഇതുപോലത്തെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതൊരു ചതുരത്തിലുള്ള ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് റൗണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് നെയ്യ് തടവി കൊടുക്കാം ഇതുപോലെ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ്. അത് അടിയിൽ കുറച്ച് ഇതുപോലെ വിതറി കൊടുക്കാം. അത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടും 1.5 കപ്പ് വെള്ളം, നമ്മൾ ഏത് കപ്പിനാണോ പഞ്ചസാര എടുത്ത് അതേ കപ്പിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്കതൊന്ന് അലിയിപ്പിച്ചെടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്കത് അലിഞ്ഞ് കിട്ടും. നന്നായിട്ട് തിള വരുന്ന സമയത്തേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ പഞ്ചസാര മൊത്തം അലിഞ്ഞ് ഒരു തവി വെച്ചിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് മതിയാവും. നന്നായിട്ട് തിള വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കലക്കി മാറ്റി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇളക്കി വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ ഊറി നിൽക്കും. അതുകൊണ്ട് നമ്മളൊരു തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കൈയെടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ഇത് കട്ടിയാവും. അതുകൊണ്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാവുന്നതാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. സ്റ്റവ് ഫ്ലെയിം കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. അത് ഇതുപോലെ കണ്ടോ, ചെറുതായിട്ട് ഇത് കട്ടിയായിട്ട് വരുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാം. കൂടുതൽ സമയമൊന്നും വേണ്ട. 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. ഇതുപോലെ കുറുകി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കളറ് ചേർത്ത് കൊടുക്കണം. ഞാൻ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഹലുവയ്ക്ക് റെഡ് കളറാണ് കൂടുതൽ നമുക്ക് കാണാനൊരു ഭംഗി തോന്നിക്കുക. പല കളറും ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. പക്ഷേ ആദ്യം ഒക്കെ റെഡ് കളറ് മാത്രമാണ് കണ്ടിരുന്നത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് ഓറഞ്ച് കലർന്ന ഒരു റെഡ് കളറാണ്. ഇതുപോലെ ചെറിയ ടീസ്പൂണിന് 1-1.5 ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം. കളറ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്നും കൂടി ഇത് മിക്സ് ചെയ്യണം. ഈ സമയത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. കണ്ടില്ലേ, റെഡ് കളറ് ചേർക്കുമ്പോൾ നമുക്കതൊരു നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. വീണ്ടും ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓരോന്നും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. അത് ഞാനൊരു ടീസ്പൂൺ, ചെറിയ ടീസ്പൂണ് നിറയെ ഒരു ടീസ്പൂൺ ചേർത്തു. ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റൊക്കെ ഈ ഹലുവയ്ക്ക് നല്ലതായിട്ട് രുചി കൂടി കിട്ടും. വേണമെങ്കിൽ ചേർത്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ. നിർബന്ധമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിത് ചേർത്ത് കൊടുത്താൽ. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യിൽ നിന്ന് ഒരു 1.5-2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. രണ്ട് ടീസ്പൂൺ ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തു. ഇനി അതെല്ലാം ഇതിലേക്ക് ഒന്ന് ഈ നെയ്യ് യോജിപ്പിച്ചെടുക്കണം. നമുക്ക് ഈ പാനിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് കിട്ടുന്ന പാകത്തിനാണ് ഇത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, നെയ്യും കൂടി ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടത് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്കിങ്ങനെ ലൂസായിട്ട്, എന്നാൽ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുമുണ്ട് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തത്. അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇത് പല വലുപ്പത്തിലാണ് നമുക്ക് പൊടിച്ചാൽ കിട്ടുക. അങ്ങനെയാണ് അത് വേണ്ടത്. ഒരേ വലുപ്പത്തിലല്ല നമ്മൾ ഈ ഹലുവയ്ക്ക് ചേർത്ത് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ അത് കല്ലിൽ വെച്ചിട്ട് ഇടിച്ചെടുത്താലും മതി, അല്ല മിക്സിയിലാണെങ്കിൽ ഒറ്റ കറക്കത്തിൽ നമുക്കിത് പൊടിച്ചെടുത്താൽ മതി. കൂടുതലായി അത് വല്ലാതെ പൊടിഞ്ഞു പോവും. ഇനി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത് നമ്മൾ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള നാളികേരക്കൊത്താണ്. അത് നല്ലൊരു ടേസ്റ്റാണ് ഈ ഹലുവയിൽ കിട്ടുക. അത് വറുത്തിടുകയൊന്നും വേണ്ട, നമുക്ക് പച്ചയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ബാക്കി വന്ന അണ്ടിപ്പരിപ്പും കൂടി ഞാൻ അതിലേക്ക് ചേർത്തു. അണ്ടിപ്പരിപ്പിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല. നമുക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ല നമ്മുടെ അടുത്ത് കുറച്ചേ ഉള്ളെങ്കിൽ അത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 ടീസ്പൂണും കൂടിയും നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി നെയ്യിൻ്റെ അളവ്. ഇനി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതുപോലെ നമുക്ക് തവിയിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങണ മാതിരി ആയി കിട്ടണം. മതി. സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒരു 1/4 പാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയൊരു ലേശം ബാക്കി വരുന്നത് വേറൊരു പാത്രത്തിലും കൂടി ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വലിയ ഒരു പാത്രമാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്യാം. ഇനി അതൊന്ന് ചെറിയ രീതിയിലൊന്ന് കൊട്ടി കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 2 മണിക്കൂർ ഞാനിത് തണുക്കാനായിട്ട് പുറത്ത് സാധാരണ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെച്ചത്, ഫ്രിഡ്ജിലൊന്നും അല്ല. ഇതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതിൻ്റെ 4 സൈഡും ഒന്ന് കൈ വെച്ചിട്ടൊന്ന് വിടുത്തിയെടുക്കാം. ഒരു കട്ടിംഗ് ബോർഡിൻ്റെ മീതെ റാപ്പ് ചെയ്യണ ഒരു ക്ലിങ് ഫിലിം ഞാൻ ഇതുപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതേക്ക് ഇത് കമിഴ്ത്തി കൊടുക്കാം. ഒറ്റ കമിഴ്ത്തലിന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. നന്നായി തണുത്ത് കിട്ടണം, എന്നാലാണ് നമുക്കിത് കട്ട് ചെയ്യാനൊക്കെ എളുപ്പം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്ക്വയറായിട്ടോ ഡയമണ്ട് കട്ടായിട്ടോ ഒക്കെ നമുക്കിത് മുറിച്ചെടുക്കാം. നന്നായി തണുത്ത ശേഷം മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും. റാപ്പ് ചെയ്യണ പ്ലാസ്റ്റിക് പേപ്പറിൻ്റെ മീതെ ആയതുകൊണ്ട് നമുക്കിത് മുറിച്ച ശേഷം എടുക്കാനും എളുപ്പമാണ്. ഞാനിത് സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഒരു കഷ്ണം എടുത്ത് നമുക്ക് നോക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടുക. നമ്മുടെ കയ്യിൽ കണ്ടില്ലേ, ഇതുപോലെ സോഫ്റ്റായിട്ടാണ് ഇളകി കിട്ടുന്നത്. നല്ല ടേസ്റ്റാണിത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, തയ്യാറാക്കിയെടുക്കാം. കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.